നമസ്കാരം. വിധിദിനത്തിലെ ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. സർ, ഈ കേരളത്തിന് പുറമെ ബംഗാളിലും തമിഴ്നാട്ടിലും അസമിലും ഒക്കെ തെരഞ്ഞെടുപ്പ് നടന്നു, പുതുച്ചേരിയിലും തെരഞ്ഞെടുപ്പ് നടന്നു. ഇതിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടന്നത് ബംഗാളിലാണ്. ഒട്ടനവധി പ്രശ്നങ്ങൾ, ഒട്ടനവധി വിവാദങ്ങൾ. ഇപ്പോഴും ഒരു മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഇനി നടക്കാനുണ്ട്. റീപോളിംഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യ ഫലസൂചനകൾ അനുസരിച്ച് വലിയ ലീഡ് തന്നെയാണ് BJPക്ക് കിട്ടിയിരിക്കുന്നത്. അവിടെ ഫലങ്ങൾ പുറത്തു വരാൻ അല്പം ലേറ്റ് ആവുന്നുണ്ട്. ആവുന്നതിൽ അതിൽ 18 സീറ്റ് BJPക്കും 4 സീറ്റ് TMCക്കും എന്ന നിലയിലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ ഒരു ട്രെൻഡായി നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ? അത് സൂചനയായിട്ട് കണക്കാക്കാവുന്നതാണ്. അങ്ങനെ തന്നെയാണ് എല്ലാ എക്സിറ്റ് പോളുകളും പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ നടന്ന കഴിഞ്ഞ ദിവസം നടന്ന എക്സിറ്റ് പോളിലും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വമ്പിച്ച മുന്നേറ്റം അവിടെ ഇന്ത്യയെ ഉണ്ടാക്കുമെന്നാണ്. അതൊരു വിസ്മയമാണ്. കേരളത്തിന് പുറത്ത് നടക്കുന്ന ഒരു വിസ്മയമാണ് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു പ്ലാസി യുദ്ധം തന്നെയാണ്. ഇന്ത്യയുടെ കൊളോണിയൽ ഭരണം ആരേറ്റെടുക്കണമെന്ന് തീരുമാനിച്ച യുദ്ധമാണ്. ചരിത്രപ്രധാനമായ യുദ്ധമാണ് പ്ലാസി യുദ്ധം. ആ പ്ലാസി യുദ്ധത്തിൽ ഫ്രാൻസും അതുപോലെ തന്നെ ഇംഗ്ലണ്ടും അവർ രണ്ടും, അല്ലെങ്കിൽ അന്നത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യമാണല്ലോ, ആ രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. ആ യുദ്ധത്തിലാണ് ബ്രിട്ടീഷുകാർ ജയിക്കുകയും ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കോളനിയായി തീരുകയും ചെയ്തത്. അല്ലെങ്കിൽ ഫ്രഞ്ച് കോളനിയായിട്ട് നമ്മൾ മാറിയേനെ. പോണ്ടിച്ചേരിയിലെ പോലെ മറ്റ് സ്ഥലങ്ങളിലെ മാഹിയിലെ പോലെ ഒക്കെ ആയി തീരുമായിരുന്നു. മനസ്സിലായില്ലേ? ആ നിർണായകമായ യുദ്ധം പോലൊരു യുദ്ധമാണ് നടക്കുന്നത്. NDAയോ TMCയോ എന്നുള്ളതാണ്. വളരെ പ്രധാനമാണ്. വളരെ പ്രധാനവും അതുപോലെ പ്രസക്തവുമാണെന്ന് വെച്ചാൽ NDA ഒരിക്കൽ അവിടെ അധികാരത്തിലേറിക്കഴിഞ്ഞാൽ പിന്നെ TMCയോ CPMോ അവിടെ ഉണ്ടാവില്ല. ആ തരത്തിൽ ഭരണവും അവരുടെ സംഘടനയും കൊണ്ടുപോകാനുള്ള ശക്തി അവർക്കുണ്ട്. നമ്മളത് ത്രിപുരയിൽ കാണുന്നുണ്ട്, അസമിൽ കാണുന്നുണ്ട്. അസമിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. വമ്പിച്ച ലീഡോടുകൂടിയാണ് എല്ലാ പ്രവചനങ്ങളെയും സത്യമാക്കുന്ന തരത്തിൽ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഏറ്റവും ഒടുവിൽ വരെ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ വരെ പോയിക്കൊണ്ടിരിക്കുന്നത്. ബംഗാളിലും അതുപോലൊരു മുന്നേറ്റമാണ്. ഇത് തൃണമൂൽ കോൺഗ്രസിനെ തൃണവൽക്കരിച്ചുകൊണ്ട് BJP പോവുക. സാധാരണഗതിയിൽ എന്താ അവിടെ സംഭവിക്കുന്നത് അറിയാമോ? ജനാധിപത്യമല്ല അവിടെ ജയിക്കുന്നത്. തൃണമൂലിൻ്റെ ഗുണ്ടകൾ, അവർ കൂടുതൽ റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ വരും, മണ്ഡലത്തിൽ വന്ന് വോട്ട് ചെയ്യാൻ വരുന്നവരുടെ ഭീഷണിപ്പെടുത്തും. നിങ്ങൾ തൃണമൂലിന് വോട്ട് ചെയ്തോണം, ഞങ്ങൾ നോക്കും, അത് ഞങ്ങൾ കാണും. തൃണമൂലിനല്ല വോട്ട് ചെയ്തതെങ്കിൽ നിങ്ങളെ ഞങ്ങൾ വീട്ടിൽ വന്ന് കാണും, കൊന്നുകളയുമെന്നുള്ള ഭീഷണി തന്നെയാണ്. ഇത് കോൺഗ്രസും അംഗീകരിക്കുന്നുണ്ട്, CPM എല്ലാം അംഗീകരിക്കുന്ന ഒരു വാസ്തവമാണ്. നേരത്തെ ചെയ്തിരുന്ന ആ ഗുണ്ടകളെയാണ് N മാസമായിട്ട് ഇപ്പോൾ തൃണമൂലിലേക്ക് വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അവർ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അതിനു മുമ്പ് സിദ്ധാർത്ഥ ശങ്കറെ കോൺഗ്രസിന്റെ കാലത്ത് നടന്നിരുന്നു. ആ ഗുണ്ടകൾ ജ്യോതിബാസു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പക്ഷത്തേക്ക് ചേർന്നു. ഇപ്പോ മമതാ ബാനർജി വന്നപ്പോൾ അവരുടെ പക്ഷത്തുണ്ട്. അവരെ സംരക്ഷിക്കാനുള്ള ഒരു ഭരണമാണ് മമത അവിടെ വാസ്തവത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ അതിനെ മറികടക്കാൻ അമിത്ഷാ കേന്ദ്രസേനയെ ധാരാളമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടി അവിടെ അങ്ങ് വിന്യസിച്ചു. അവിടെ വോട്ടെണ്ണൽ നടത്തുന്നത് കേന്ദ്ര ഉദ്യോഗസ്ഥരാണ്. അതെ, അതിനാണ് സുപ്രീം കോടതി പോയി. ഒരു ഫലവും ഉണ്ടായില്ല. വെളുപ്പാങ്കാലത്ത് സുപ്രീം കോടതി വിളിച്ചു കൂട്ടേണ്ടി വന്നു. പക്ഷേ അതിൻ്റെ ഫലവും വിധിയും തൃണമൂലിനെതിരായിരുന്നു. അതുപോലെ ഇവിടെ ജനങ്ങളുടെ വിധിയും ഇപ്പോൾ തൃണമൂലിനെതിരായിട്ട് വരുന്നു. ഇതിൻ്റെ ഒരു ഫലമെന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും തൃണമൂൽ അവിടെ അധികാരത്തിൽ വരാൻ പോകുന്നില്ല. ഒരു പക്ഷേ തൃണമൂൽ നേതാവ് മമതാ ബാനർജിയും അവരുടെ അനന്തരവനായിട്ടുള്ള അഴിമതി രാജാവായിട്ടുള്ള ആ ബാനർജിയുണ്ട്, അഭിഷേക് ബാനർജിയും മിക്കവാറും അഴികളെണ്ണാൻ തുടങ്ങും. ആ ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. ഇനി ഒരിക്കലും AAPക്ക് എങ്ങനെ ഡൽഹി എന്നേക്കുമായി നഷ്ടപ്പെട്ടോ അതുപോലെ തന്നെ ബംഗാളിൽ നഷ്ടപ്പെടാനുള്ള ആസൂത്രണങ്ങൾ BJPക്കുണ്ട്. ഈ കേന്ദ്രസേനയുടെ വിന്യാസം 99% വിജയിച്ചു എന്ന് തന്നെ പറയാം. വിജയിച്ചു. കാരണം ഈ അഭിഷേക് ബാനർജിയുടെ തട്ടകത്തിൽ മാത്രമാണ് ഈ മണ്ഡലത്തിൽ റീപോളിംഗ് വേണ്ടി വന്നത്. അതെ, ബാക്കി ഒരിടത്തും റീപോളിംഗ് വേണ്ടി വന്നില്ല. അപ്പോൾ അഭിഷേക് ബാനർജി ഇനി ഇതിന്റെ പേരിൽ കൂടി അകത്താകാൻ പോവുകയാണ്. പക്ഷെ ഒരു ഭീഷണിയുള്ളത്, തെരഞ്ഞെടുപ്പ് ഫലം വിപരീതമായി കഴിയുമ്പോൾ ഈ ജനഹിതം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു അട്ടിമറി നടത്താൻ സാധ്യതയുണ്ട് തൃണമൂൽ. എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറെടുക്കുക. കാരണം പോയി കഴിഞ്ഞാൽ അത് തീർന്നു. അവരുടെ പ്ലാസി യുദ്ധം പോലെ ഞാൻ പറഞ്ഞത്, അവരുടെ സ്റ്റേക്ക് തകർന്നു പോയി. ഒരു പക്ഷേ ഡൊണാൾഡ് ട്രംപ് രണ്ടാമത് അദ്ദേഹം തോറ്റുപോയ തെരഞ്ഞെടുപ്പിൽ ക്യാപിറ്റോളിൽ അക്രമി സംഘത്തോടൊപ്പം കയറി അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ച പോലുള്ള ശ്രമങ്ങൾ നടത്താൻ കൂസാത്ത ഒരു സ്ട്രീറ്റ് ഫൈറ്ററാണ് നമ്മുടെ മമതാ ബാനർജി. അപ്പൊ ആ ഭീഷണി ഇപ്പോഴുണ്ട് ബംഗാളിൽ. ഇന്നത്തത് വളരെ ക്രൂഷ്യലായിട്ട് ദിനമാണ്. ഈ റിസൾട്ട് വരുന്നത് കൊണ്ട് മാത്രമല്ല, മമതാ ബാനർജിയുടെ നിരാശ, അവരുടെ ഹിസ്റ്റീരിയ, എന്തെല്ലാം ഹിസ്ട്രിയോണിക്സിലേക്ക് അവരെ നയിക്കും. എന്തിനും മടിക്കാത്ത ഒരു സ്ട്രീറ്റ് ഫൈറ്റർ, ഭരണമൊഴികെ ബാക്കി കാര്യങ്ങളെല്ലാം അറിയാവുന്ന ഒരു ഗുണ്ടാ രാജിൻ്റെ നേതാവാണ് അവരെന്നുള്ളതാണ് എൻ്റെ വാസ്തവം.
പരിക്കൻ സാരി ഉടുക്കുന്നത് പോലെ തന്നെ പരിക്കൻ പെരുമാറ്റങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് അവരുടെ ജീവിതം എന്നുള്ളതുമാണ്. അവരപ്പോൾ എന്ത് ചെയ്യാൻ പഠിക്കലും ഒരു മര്യാദയില്ല, രാഷ്ട്രീയ മര്യാദയില്ല, ജനാധിപത്യ മര്യാദയില്ല. കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ ഫലപ്രഖ്യാപനത്തിന് ശേഷം നമ്മളത് കാണുന്നുണ്ട്. വലിയ കലാപം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം അതിക്രൂരമായ കൊലപാതക പരമ്പരകളാണ് അവർ നടത്തും, വർഗീയ കലാപങ്ങൾ നടത്തും. പക്ഷെ ഇത്തവണ കേന്ദ്രസേന തുടരാനുള്ള സാധ്യത 2 മാസത്തേക്ക് തുടരുകയാണ്. ഇനി 60 ദിവസം കൂടെ അവർ തുടരും. ഇത് മുന്നിൽ കണ്ട് കേന്ദ്രം വളരെ പ്രാവീണ്യത്തോടു കൂടി, പ്രൊഫഷണലിസത്തോടു കൂടി നേരത്തെ കൂട്ടി വിന്യസിച്ചു. അതാണ് ഭരണം എന്ന് പറയുന്നത്, അഡ്മിനിസ്ട്രേഷൻ, ഗവേണൻസ്. അതിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കേന്ദ്ര ഗവൺമെൻറ് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇനി ഒരിക്കലും TMC എന്നയുടെ ഗുണ്ടായിസം അവിടെ വിജയിക്കാൻ പോകുന്നില്ല. ഗുണ്ടായിസം ഇല്ലാതെ തൃണമൂൽ കോൺഗ്രസിന് നിലനിൽപ്പുമില്ല. നക്സലിസം എങ്ങനെ തകർത്തോ അതുപോലെ ഈ ബംഗാളിലെ ഗുണ്ടായിസം തകർക്കും. അമിത്ഷാ പറഞ്ഞ വാക്ക് കണ്ടോ, 2026 നക്സലിസം അവസാനിപ്പിക്കും. 2026 പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ പൂർത്തിയാക്കി. മനസ്സിലായില്ലേ? അപ്പൊ അത്തരം ഒരു സ്ട്രാറ്റജി ഉള്ള ആളാണ്. അത് ബംഗാളിന് സംഭവിക്കരുത്. ഇതൊരു ചരിത്ര സംഭവമാണല്ലേ. ബംഗാൾ കാവി അണിയുക എന്ന് പറയുന്നത് നമ്മളാരും സ്വപ്നത്തിൽ കണ്ടതല്ല. കേരളത്തിൽ ഒരു BJP MLA വരിക എന്ന് പറയുന്നത് നമ്മളാരും കണ്ടിട്ടില്ലാത്ത ഒരു വിസ്മയമാണ്. ആ വിസ്മയമാണ് ഇവിടെ. ഒരു സീറ്റ് എല്ലാവരും കൂടെ തോർപ്പിച്ചു. UDF അതുപോലെ തന്നെ കോൺഗ്രസും CPM എല്ലാവരും കൂടി ചേർന്നിട്ട് നേമം മണ്ഡലം അവർക്ക് ഇല്ലാതാക്കി. കേരളത്തെ BJP വിമുക്തമാക്കി. പക്ഷെ ഇതാ ശക്തിയായിട്ട് തിരിച്ചു വരാൻ പോകുന്നതിന്റെ ഒരു ട്രെൻഡാണ് നമ്മളിപ്പോൾ തുടക്കത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബംഗാളിൽ ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ ശക്തമായ ഭരണാനുകൂല വികാരം ആഞ്ഞടിക്കുകയാണ് അസമിൽ. 37 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുന്നു. 7 സീറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത്. അതെ. തമിഴ്നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ DMK തന്നെ, എല്ലാ പ്രവചനങ്ങളും പറഞ്ഞതുപോലെ DMK തന്നെ. എന്നാൽ ഈ TVK എന്ന് പറയുന്ന കക്ഷി വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്ന ആ വിസ്മയങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നു. രണ്ടാമതായിട്ട് AIADMKയും BJP അടങ്ങുന്ന കമ്പനി അവര് പ്രതിപക്ഷത്ത് വരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. പക്ഷെ ആ സഖ്യത്തിൽ ചില പ്രശ്നങ്ങളില്ലേ? AIADMK DMKയും അല്ല BJPയും തമ്മിലുള്ള ഒരു സഖ്യത്തിൽ കെമിസ്ട്രിയുടെ ഒരു വിഷയമില്ലേ? ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ നമ്മൾ അതിൽ നിന്ന് അണ്ണാമലൈ എന്ന് പറയുന്ന കഴിവുറ്റ നേതാവിനെ പുറത്ത് അഴിമതിക്ക് പാടെ എതിരായിരുന്നു. ഈ AIADMK എന്ന് പറഞ്ഞാൽ ഇത്തിരി അഴിമതി കൊണ്ട് നിലനിൽക്കുന്ന പാർട്ടിയാണ്. ഉള്ള കാര്യം BJPക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഇറ്റ്സ് എ കോംപ്രമൈസ്. DMKയോട് എതിരിടണമെങ്കിൽ അങ്ങനെ കോംപ്രമൈസ് ഇല്ലാതെ പറ്റില്ല. അതുകൊണ്ടാണ് DMK കുടുംബത്തിന്റെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി അക്കമിട്ട് നിരത്തി പുറത്തു കൊണ്ടുവന്ന അണ്ണാമലയ്ക്ക് മാറി നിൽക്കേണ്ടി വന്നത്. കാരണം അദ്ദേഹത്തിന്റെ ആദർശങ്ങൾക്കെതിരാണ് അഴിമതി പാർട്ടിയുമായിട്ട് കൂട്ടുകൂടുക എന്ന് പറയുന്നത്. പക്ഷെ പ്രായോഗികമായിട്ട് അഴിമതി പാർട്ടിയുമായിട്ട് കൂട്ടുകൂടാതെ BJPക്ക് അവിടെ വളരാൻ കഴിയാത്ത ഒരു ഇക്കോ സിസ്റ്റമാണ് ഉള്ളത്. ഇതാണ് അതിന്റെ സങ്കീർണത. സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഈ തമിഴ്നാട്ടിലൊരു പ്രത്യേക രാഷ്ട്രീയമാണ്. കാരണം അവിടെ മുന്നണിയുണ്ട്. പക്ഷെ ആ മുന്നണി ഘടകകക്ഷികളുടെയൊക്കെ പിന്തുണയോടുകൂടി ഇവർ ജയിക്കും. പക്ഷെ സർക്കാർ ഉണ്ടാക്കുമ്പോൾ ഘടകകക്ഷികളകത്ത് കയറ്റത്തില്ല. അത് DMK ആയിക്കോട്ടെ AIADMK ആയിക്കോട്ടെ, അവർ മന്ത്രിസ്ഥാനം ഒന്നും കൊടുക്കത്തില്ല. ഇവര് കേന്ദ്രത്തിൽ ഇവർ കൂട്ടുകെട്ടുണ്ടാക്കി അവർക്ക് കേന്ദ്ര മന്ത്രിസ്ഥാനവും സ്പീക്കർ സ്ഥാനവും ഒക്കെ വേണം. പക്ഷെ ഈ ദ്രാവിഡ പാർട്ടികൾ രണ്ടുപേരും അവരുടെ ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുക്കില്ല. അത് കോൺഗ്രസിനായിക്കോട്ടെ CPM-നായിക്കോട്ടെ BJPക്കായിക്കോട്ടെ, അല്ല സീറ്റല്ല മന്ത്രിസ്ഥാനം കൊടുക്കത്തില്ല. അത് വളരെ യാഥാർത്ഥ്യമാണ്. അത് വളരെ ഹ്യൂമിലിയേറ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പാർട്ടിയുടെ പ്രതി ഞങ്ങൾക്ക് ഇത്ര സീറ്റ് വേണമെന്നും പറഞ്ഞൊരു കത്തുമായിട്ട് നമ്മുടെ സ്റ്റാലിൻ്റെ അടുത്ത് കത്ത് കൊടുത്തു വിട്ടു. കത്ത് കൊടുത്തു വിട്ടപ്പോൾ അത് പറഞ്ഞിരിക്കുന്ന ക്ലെയിം 20 സീറ്റോളം വേണമെന്ന്. 20 സീറ്റ് എന്ന് പറഞ്ഞാൽ കത്ത് അകത്ത് വായിക്കാൻ പറഞ്ഞു. വായിച്ചപ്പോൾ 20 സീറ്റ് എടുത്ത് കൊട്ടയിലേക്ക് ഇട്ടേക്കാൻ പറഞ്ഞു. രാഹുൽ ഗാന്ധി കൊടുത്തയച്ച കത്താന്നു. പിന്നെയാണ് KC വേണുഗോപാൽ താണ് വീണ് പറഞ്ഞിട്ട് 6 സീറ്റിൽ അവരെ ഒതുക്കിയത്. 6 സീറ്റും സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഒരു ദേശീയ പാർട്ടി, ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു പാർട്ടി, വർഷങ്ങളോളം ഭരിച്ചിരുന്ന ഒരു പാർട്ടി, ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ പാർട്ടി, ആ പാർട്ടിക്ക് ഇത്തരം ഒരു ഗതികേട് വന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ജൂനിയർ പാർട്ണറായിട്ട് മത്സരിക്കുന്നതിൻ്റെ ഒരു കോംപ്ലക്സ് അവർക്കുണ്ട്. അതിന്റെ പരമായിട്ട് ഇപ്പോൾ DMKക്ക് എതിരായിട്ട് ഇപ്പോൾ അവർ TVK പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുക. TVKയിലെങ്കിലും മാന്യമായ സ്ഥാനം ലഭിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ഇവിടെ നമുക്ക് വേറൊരു കാര്യമുണ്ട്, ഭീഷണിയുണ്ട്. DMKയും അതുപോലെ DMK അല്ല AIADMKയും അതുപോലെ TVKയും കൂടെ ചേർന്നാൽ അട്ടിമറിക്കപ്പെടാവുന്ന ഒരു ഭൂരിപക്ഷമേ ഇവിടെ DMKക്ക് കാണാൻ സാധ്യതയുള്ളതാണ് ആദ്യ ഫലസൂചനകൾ. അല്ലാതെ വമ്പിച്ച ഒരു സ്വീപ്പിംഗ് മെജോറിറ്റി ഒന്നും അവിടെ നമുക്കിതുവരെ ആ ഒരു ട്രെൻഡ് ഒന്നും കാണാൻ കഴിഞ്ഞിട്ടുമില്ല. DMK തന്നെ ഭൂരിപക്ഷം നേടുമായിരിക്കും. പക്ഷെ ആ ഭൂരിപക്ഷം ഏത് നിമിഷത്തിലും തകർക്കപ്പെടാനിടയുള്ള ഒരു ഭൂരിപക്ഷമായിരിക്കും എന്നുള്ളതാണ്
നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അസം ഒരു വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ്. ഈ BJPക്ക് ഒന്നും ഒരിക്കലും പണ്ട് കാലത്ത് കയറി ചെല്ലാൻ പറ്റാത്തൊരു സംസ്ഥാനമാണ്. കോൺഗ്രസിന്റെ കോട്ടയായിരുന്നു. ഒരു സാമാന്യം ഭേദപ്പെട്ട മുസ്ലിം ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനമാണ്. അതിപ്പോൾ കാവിക്കോട്ടയായി മാറിയിരിക്കുന്നു. ജനകീയനായ ഒരു മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ഒരു നേതൃത്വത്തിന്റെ ശക്തിയാണോ ഈ അസമിൽ നടക്കുന്നത്? ഹിമന്ത ബിശ്വ ശർമ്മ കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ കഴിവ് തന്നെയാണ്. കാരണം ജനങ്ങളെ എല്ലാം കോർത്തിണക്കിക്കൊണ്ട് പോകാനുള്ള അസാമാന്യമായിട്ടുള്ള കഴിവ്, സത്യമായിട്ട് പറയാനുള്ള ഒരു കഴിവ്. അതാണല്ലോ ഇവിടെ സത്യം പറയാൻ ഭയപ്പെടുന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ മലയാള മനോരമ പത്രം ഇപ്പോൾ നഷ്ടത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും പ്രചാരം ഉണ്ടെന്ന് പറയുന്ന മനോരമ പത്രം, അതുപോലെ മനോരമ വിഷൻ, ഇതെല്ലാം കച്ചവടത്തിലാണ്. ഇപ്പോൾ നഷ്ടത്തിലാണ് പോകുന്നത്. എന്താ കാര്യം? സത്യമായിട്ട് പറയാൻ കഴിയത്തില്ല. എന്തുകൊണ്ട് പറയുന്നില്ല? പേടി കൊണ്ട്. ആരെ പേടിച്ചിട്ട്? ഇവിടുത്തെ ഇസ്ലാമിക സമൂഹത്തെ പേടിച്ചിട്ട്. കാരണം എതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഡിം എന്ന് അവരുടെ സർക്കുലേഷൻ പോകും. ആ പോയി ഇടുന്നത് മാത്രമല്ല, കൂട്ടമായിട്ട് വന്ന് ഓഫീസിൽ വന്ന് ആക്രമണങ്ങൾ നടത്താം. ഓഫീസിൽ വന്നിട്ട് എന്ത് പ്രകോപനം വേണമെങ്കിലും ചിലപ്പോൾ എതിരായിട്ട് വാർത്ത വന്നാൽ ചിലപ്പോൾ തല കഴുത്തിന് മേൽ കാണില്ലാത്ത സ്ഥിതി. അത് പേടിച്ചിട്ട് വടക്കൻ ജില്ലകളിലുള്ള പല യാഥാർത്ഥ്യങ്ങളും, പാലക്കാട്, മലപ്പുറത്തും അതിന് മറച്ചു വയ്ക്കേണ്ടി വരും, തമസ്കരിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് മെജോറിറ്റി ഹിന്ദുക്കളാണ് 55% ഈ പത്രം വായിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പറയുന്നതിലൊന്നും സത്യമായിട്ട് വരുന്നില്ല എന്നുള്ളൊരു തോന്നലുകൊണ്ട് അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ നിർത്തി. അതിൻ്റെ കൂടെ ഇപ്പോൾ ജെൻസി എന്ന് പറയുന്ന ആരും പത്രം വായിക്കാറില്ല. അവരെല്ലാം ഈ കൺവെർജന്റ് മീഡിയ, നവമാധ്യമങ്ങളാണ് ഫോളോ ചെയ്യുന്നത്. എന്നതുകൊണ്ടും സർക്കുലേഷൻ ഗണ്യമായിട്ട് കുറഞ്ഞു, ടപ്പനെ കുറഞ്ഞു. കാരണം എന്താ? ഇവർ സത്യമായിട്ട് പറയാൻ ആരും തയ്യാറല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ അവസാനമായിട്ട് പറയാം, സമയം അവസാനിക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞു അവർക്ക് എയ്ഡഡ് സ്കൂളുകൾ കൂടുതൽ ഒരു പ്രത്യേക സമുദായത്തിന് കിട്ടി. അദ്ദേഹത്തിനെ വർഗീയവാദിയായിട്ട് ചിത്രിക്കുക. എന്നാൽ നിങ്ങൾക്ക് എത്ര എയ്ഡഡ് സ്കൂൾ കിട്ടി? ഞങ്ങൾക്ക് അത്രയും കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ കുറവാണ്. ഞങ്ങൾക്കെന്ന് സമർത്ഥിക്കാൻ ആരെങ്കിലും വന്നോ? കണക്ക് പറയുമ്പോൾ അത് വർഗീയത എന്ന് പറയുന്നത്, അതാണ് വർഗീയത എന്ന് പറയുന്നത്. വെള്ളാപ്പള്ളി മറ്റൊരു സമുദായത്തിൽപ്പെട്ട ആളാണല്ലേ അങ്ങനെ പറയുന്നത്? മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിൽ അങ്ങനെ പറയുമോ? അതാണ് ശരിയായിട്ടുള്ള വർഗീയത. അവിടെ ഇടതുമുന്നണിയും കോൺഗ്രസും അത് തിരിച്ചറിയുന്നില്ല. വാസ്തവത്തിൽ കേരളത്തിൽ ഇപ്പോൾ ഒരു വർഗീയമല്ലാത്ത മുന്നണി എന്ന് പറയുന്നത് NDA മുന്നണി മാത്രമാണ്. ബാക്കി രണ്ടുപേരും ഒന്നേ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ SDPI കൂട്ടുപിടിച്ച് വർഗീയതയിൽ അവരുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ച പാർട്ടികളാണ് എന്നുള്ള സത്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഈ ആ ഒരു കാര്യം കൂടി പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. SDPI അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി, ഇവർ രണ്ടുപേരും ഇപ്പോഴും വലിയ വർഗീയ അജണ്ടകൾ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനകളാണ്. എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ബംഗ്ലാദേശിൽ അടുത്തിടെ തെരഞ്ഞെടുപ്പ് നടന്നു. ആ ബംഗ്ലാദേശിൽ ആ സമയത്ത് അട്ടിമറിയിലൂടെ ഭരണം പിടിച്ചിരുന്ന ജമാഅത്തെ ഇസ്ലാമി ജനങ്ങൾ അവിടെ മാറ്റി നിർത്തി. പക്ഷെ പ്രബുദ്ധ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയും കൂട്ടുപിടിച്ചുകൊണ്ട് അധികാരത്തിലെത്താനുള്ള ശ്രമം നടക്കുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ഇവിടെ അറിയാം, നെക്ക് ടു നെക്ക് ഫൈറ്റ് ആയിരിക്കും. അപ്പൊ ഇവരെ പിടിച്ചു കഴിഞ്ഞ് N മാസമായിട്ട് വോട്ടുകൾ പോരും. മനസ്സിലായില്ലേ? എളുപ്പ വഴിയാണ്. N മാസമായിട്ട് വോട്ട് കിട്ടണമെങ്കിൽ ഈ സെമിറ്റിക് മതങ്ങളെ, പ്രത്യേകിച്ചും കേരളത്തിൽ ഇസ്ലാമിക് വേരുകളുള്ള മതങ്ങളെ, അതിനെ പിടിക്കണം എന്നുള്ളതാണ്. ഞാനിപ്പോഴും വർഗീയം എന്ന് പറയുന്നത് ഇസ്ലാമിക് വേരുള്ള പാർട്ടി N മാസമായിട്ട് വോട്ട് പോരും. ഇപ്പോൾ സെമിറ്റിക്കാണ് പിന്നെ കേരള കോൺഗ്രസും അതിന്റെ ബേസ് എങ്കിലും അത്രയും എണ്ണത്തിൽ വരില്ല ക്രിസ്ത്യാനികൾ കേരളത്തിൽ. ക്രിസ്ത്യാനികളുടെ എണ്ണം അത്രയും വരില്ല കേരളത്തിൽ. അതുകൊണ്ട് N മാസവും ആയിരിക്കില്ല. അവിടെ ഡിവിഷനുണ്ട്. പാർട്ടി തന്നെ കേരള കാത്തലിക് സഭയുടെ പേരിലുണ്ടായിട്ടുള്ള പാർട്ടികൾ തന്നെ പലതായിട്ട് പിളരുകയാണ്. ആ ഐക്യമില്ല. മറ്റേത് കോർ എന്ന് പറയുന്നത് എപ്പോഴും മുസ്ലിം ലീഗിന്റെ കൂടെ ഉണ്ടാവും. മനസ്സിലായില്ലേ? ഈ മുസ്ലിം ലീഗ് ആകട്ടെ ജമാഅത്തെ ഇസ്ലാമിയോടും ബാക്കി ഇസ്ലാമിക കക്ഷികളോടും ഒരു സോഫ്റ്റ് കോർണറാണ് സ്വീകരിച്ചിരിക്കുന്നത്. എതിർത്ത് പറയാൻ തയ്യാറല്ല. ഇപ്പോൾ കോൺഗ്രസ് BJPയെ വിമർശിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും അധികം ഹിന്ദുക്കളുള്ള CPM BJPയെ RSSനെയും ശകാരിക്കുന്നത് പോലെയോ ഒരു നിലപാട് ഇന്നുവരെ അവർ SDPIക്കെതിരെയോ PFനെതിരെയോ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയോ സ്വീകരിച്ചിട്ടില്ല എന്നുള്ള വസ്തുതയാണ്. അതാണ്. അത് തന്നെയല്ല, ബംഗ്ലാദേശില് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദുക്കളെ കൊല ചെയ്തപ്പോൾ ഇവിടുത്തെ മുസ്ലിം ലീഗ് പ്രതികരിച്ചോ? ഇല്ല. അതേസമയം ഹമാസിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോൾ അവർ പ്രതികരിച്ചു. അപ്പൊ അതിന്റെ കോർ ബേസിൽ അതിന്റെ വർഗീയതയുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ കാണുമ്പോൾ വയനാട്ടിൽ വെച്ചു കൊടുക്കുന്നതുകൊണ്ട് ആ വർഗീയത ഇല്ലാതാവുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ കോർ ഐഡിയോളജി ആയിട്ട് ഈ വർഗീയത, ഈ സഹോദര സ്നേഹം, ഇസ്ലാമിക രാജ്യങ്ങളിലെ ഭീകരവാദികളുമായിട്ടുള്ള ആ സ്നേഹം, അത് വളരെ അപകടകരമായിട്ടൊന്നാണ്. ഭീകരവാദത്തിനെ നിങ്ങൾ പിന്തുണയ്ക്കുക, അല്ലെങ്കിൽ ഏക മതരാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകളെ
പിന്തുണയ്ക്കുക എന്ന് പറയുമ്പോൾ അതിൽ കോറായിട്ടുള്ളത് വർഗീയ ഐഡിയോളജി തന്നെയാണ്, കമ്മ്യൂണൽ അജണ്ട തന്നെയാണ്. ഇത് ഞാൻ പറയുന്നതല്ല. ഇസ്ലാം മതത്തിൽപ്പെട്ട ഹമീദ് ചേന്നമംഗലൂരിനെ പോലുള്ള എത്രയോ പേർ എത്രയോ വർഷങ്ങളായിട്ട് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഹമീദ് ചേന്നമംഗലൂരിൽ നിന്ന് സൗകര്യപരം നമ്മൾ വിസ്മരിക്കുക. കാരണം എന്താ, നമുക്ക് വേണ്ടത് വോട്ടാണ്, അല്ലാതെ സത്യമല്ല. ആ സത്യത്തെ നിരാകരിച്ചുകൊണ്ട് നമ്മൾ വോട്ടിലേക്ക് പോകുന്നു. എന്നിട്ട് വർഗീയം എന്ന് സത്യം പറയുന്നവർക്ക് നേരെ ആക്രോശിക്കുകയും ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ പോയിട്ടുണ്ട് സത്യാനന്തര കാലത്ത്. ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് നിരന്തരമായിട്ട്. ബുദ്ധിജീവികളെല്ലാം അങ്ങനെ ഒരു ഐഡിയോളജി ആ ഒരു സൈഡിനെയാണ് ഇങ്ങനെ പരിപോഷിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലിരിക്കുന്നത്. വളരെ ദയനീയമായിട്ടുള്ളൊരു സത്യമാണ്. അങ്ങനെ എന്തായാലും സാർ നമുക്ക് കേരളത്തിലെ കൂടുതൽ ഫലങ്ങളുമായി ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. തീർച്ചയായിട്ടും.